ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയ റിവർ ഗോഡ് വാട്ടർ സ്റ്റെയിൻ സ്റ്റോറി എന്ന ഒരു ഫാന്റസി മൂവിയാണ്. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ കുറെ പെണ്ണുങ്ങളെ കാണാതാവുകയാണ്. അങ്ങനെ ആ കേസ് അന്വേഷിക്കാൻ എത്തുന്ന നായകന് പിന്നീട് സംഭവിക്കുന്ന കുറേയധികം പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. അതെന്തൊക്കെയാണ്, എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ആകാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്കധികം സമയം കളയാതെ നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ നായകനെ കാണിക്കുവാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഗ്രാമത്തില് അടിക്കടിയായിട്ട് കുറെ പെണ്ണുങ്ങളെ കാണാതാവുകയാണ്. ഇപ്പൊ അത് അന്വേഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് നമ്മുടെ നായകൻ. അങ്ങനെ ഇപ്പൊ ഗ്രാമത്തിലുള്ള നദിയിലിറങ്ങി അവിടെ നിന്നെങ്കിലും എവിഡൻസ് കിട്ടുമോന്നൊക്കെ നായകൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നദീന്റെ അടിത്തട്ടിലേക്ക് പോകുന്ന സമയം നായകൻ അവിടെ ഒരു കാഴ്ച കാണുവാണ്. എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ നദിക്കടിയിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ഒരു പെണ്ണിന്റെ ഡെഡ് ബോഡി കിടക്കുന്നു. ഒരു ചെറിയ കുഞ്ഞിനെയും അവളോട് ചേർത്ത് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ അതെല്ലാം നായകൻ കാണുവാണ്. ഇതേ സമയം നദിക്കരയില് രണ്ട് വ്യക്തികൾ മീൻ പിടിക്കാൻ വേണ്ടി വലയിൽ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം അവരുടെ വലയിൽ ഒരു ചെറിയ പാമ്പ് കുടുങ്ങുവാണ്. ആ പാമ്പിനെ ഇപ്പൊ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിലത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു കല്ലും കയറ്റി വെക്കുവാണ്. അത് അവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടി. ഈ നദിയിലെ മത്സ്യസമ്പത്ത് കുറഞ്ഞു എന്നും പറഞ്ഞ് ഇവിടെ മീൻപിടുത്തം എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവന്മാർ രണ്ടുപേരും ആരും കാണാതെയാണ് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഈ നിരോധിച്ച കാര്യം ഇങ്ങനെ ഇല്ലീഗലായിട്ട്. അങ്ങനെ അവർ വലയെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ വലയിൽ വലിയ എന്തോ ഒന്ന് കുടുങ്ങുവാണ്. വലിയൊരു മീനാണെന്നും പറഞ്ഞ് അവരിപ്പോ അത് കഷ്ടപ്പെട്ട് വലിച്ചു കയറ്റുന്നു. നോക്കുന്ന സമയത്ത് അത് മീനൊന്നും അല്ലായിരുന്നു. നമ്മുടെ നാഗൻ നേരെ നദിക്കടിയിൽ കണ്ട ആ പെണ്ണിന്റെ ഡെഡ് ബോഡിയില്ലേ, അതായിരുന്നു അത്. അങ്ങനെ ഇപ്പൊ ഇവരിത് കണ്ട് ഞെട്ടുന്ന അതേ സമയം തന്നെ നദിക്കടിയിൽ നിന്ന് നമ്മുടെ നായകനും പൊന്തി വരുന്നു. എന്നിട്ട് ഇവന്മാരുടെ മീൻപിടുത്തം നിരോധിച്ചാന്ന് അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ ഇല്ലീഗലായിട്ടുള്ള ഈ കാര്യം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട അവന്മാർ രണ്ടുപേരും അത് ചോദിക്കാൻ നീയാണെന്ന് ചോദിക്കുമ്പോൾ നായകൻ പെട്ടെന്ന് അവരുടെ കയ്യിലേക്ക് വിലങ്ങിടുവാണ്. അപ്പോഴാണ് നായകൻ ഒരു പോലീസുകാരനാന്നുള്ള കാര്യം അവരറിയുന്നത്. അത് മാത്രമല്ല, ആ പരിസരത്തൊക്കെ ആയിട്ട് നായകന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബാക്കി പോലീസുകാരും ഉണ്ടായിരുന്നു. അവരും ഇപ്പൊ അവിടേക്ക് ഓടിയെത്തുവാണ്. എന്നിട്ട് ഇവന്മാരെ രണ്ടുപേരും പിടികൂടുന്നു. എന്നിട്ട് അവരെയും പിന്നെ നായകന്റെ നദിക്കടിയിൽ നിന്ന് കണ്ടെത്തിയ ഡെഡ് ബോഡി ഇല്ലേ, അതൊക്കെ എടുത്തിട്ട് അവിടുന്ന് അങ്ങനെ പോകാൻ തുടങ്ങുവാണ്. ഈ സമയത്താണ് നേരത്തെ ഇവന്മാര് പിടിച്ചിട്ട് കല്ല് കയറ്റി വെച്ച ആ പാമ്പിനെ നായകൻ കാണുന്നത്. അങ്ങനെ ഇപ്പൊ നായകൻ ആ കല്ലെല്ലാം എടുത്ത് കളഞ്ഞ് അതിനെ വെള്ളത്തിലേക്ക് വിടുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകൻ റൂമിലേക്ക് എത്തുന്നതായിട്ട് കാണിക്കുന്നു. നായകനൊരു ചേട്ടനുണ്ടായിരുന്നു. അവൻ കുറെ നാൾ മുമ്പ് മരിച്ചുപോയി. ഇപ്പൊ നായകൻ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഒരുപാട് ഫീൽ ആവുന്നതായിട്ട് കാണിക്കുന്നു. അടുത്ത സീനിൽ നായകൻ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബാക്കി പോലീസുകാരും കൂടി നദിക്കടിയിൽ നിന്ന് കിട്ടിയ പെണ്ണിന്റെ ഡെഡ് ബോഡിനെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാറേ, ഡെഡ് ബോഡി ക്രോസ് ചെക്ക് ചെയ്ത സമയം ആ പെണ്ണിന്റെ കഴുത്തിന്റെ ഭാഗത്തു നിന്നായിട്ട് ഒരു സീല് കിട്ടി. ഒരു പ്രത്യേകതര സിമ്പലുള്ള ഒരു സീല്. അവരങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവിടേക്ക് നമ്മുടെ നായകന്റെ സ്റ്റെപ്പ് ഫാദർ എത്തുവാണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ സ്കില്ലെല്ലാം നായകന് കിട്ടിയത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ്. ശരിക്കും ഇയാളാണ് നായകന്റെ ഗുരു. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ അച്ഛനോട് നായകൻ ഈ കേസിനെ പറ്റി എല്ലാം ഷെയർ ചെയ്യുന്നു. അതുവരെ കൊളീഗ്സ് പറഞ്ഞ ആ സീല് എടുത്തു നോക്കി അതും അച്ഛന് കാട്ടിക്കൊടുക്കുവാണ് നായകൻ. ആ സീല് കണ്ടതും അച്ഛൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർക്കുന്നു. എന്നിട്ട് നായകനോട് അതിനെ പറ്റി പറയാൻ തുടങ്ങുവാണ്. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിലെ കുറെ കുട്ടികൾ കാണാതാവുന്ന ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു. ആ സമയം അതിനെപ്പറ്റി ഞാനായിരുന്നു അന്വേഷിച്ചത്. അതിനെപ്പറ്റി അന്വേഷിച്ചു തുടങ്ങിയ സമയത്ത് നാട്ടിലുള്ള പലരും പറഞ്ഞു, ഈ ഗ്രാമത്തിൽ തന്നെയുള്ള പൂട്ടിക്കിടക്കുന്ന ഒരു ബംഗ്ലാവില് എല്ലാവരും ഒരു കറുത്ത രൂപത്തിനെ കണ്ടിട്ടുണ്ട്. ആ രൂപമാണ് കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടു പോകുന്നതെന്ന്. അങ്ങനെ അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ സ്ഥലത്തേക്ക് എന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഒരു കറുത്ത തുണി വെച്ച് തലയെല്ലാം മൂടി ഒരു വ്യക്തി അവിടെ ഇരുന്നുകൊണ്ട് തട്ടിക്കൊണ്ടുപോയ കുട്ടികളെല്ലാം തിന്നുന്നതായിട്ടാണ്. അങ്ങനെ ഞാൻ അവന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു മനുഷ്യനല്ല, ഒരു കുരങ്ങായിരുന്നുവെന്ന്. എന്നെ കണ്ടതും അവൻ എന്നെ ആക്രമിക്കാൻ തുടങ്ങി. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ അടുത്തുള്ള ഒരു കിണറ്റിലേക്ക് വീണു. ആ സമയം ആ കിണറ്റിനടിയിൽ ഞാനൊരു കാഴ്ച കണ്ടു. അതൊരു മന്ത്രവാദിയായിരുന്നു. അയാളായിരുന്നു എന്തൊക്കെയോ മന്ത്രവാദങ്ങളെല്ലാം ചെയ്തിട്ട് ആ കുരങ്ങിന്റെ രൂപം ഉണ്ടാക്കിയിരുന്നത്. അത് മാത്രമല്ല, നിന്റെ ചേട്ടന്റെ ആത്മാവിനെയും ഞാൻ അവിടെ കണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിന്റെ ചേട്ടനെ കൊന്നതും ആ കുരങ്ങാണെന്നാണ്. എന്തായാലും അന്ന് എന്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇതെല്ലാം കേട്ട നായകൻ, ശരി അച്ഛനെന്താ പറഞ്ഞു വരുന്നത്, ഈ കേസിന് അതുമായിട്ട് എന്ത് ബന്ധം ഉള്ളതെന്നൊക്കെ ചോദിക്കുവാണ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. എനിക്കെന്നാ കിണറ്റിൽ നിന്ന് ഒരു മന്ത്രപുസ്തകം കിട്ടിയായിരുന്നു. അതിലെഴുതിയിരുന്നത് ഒരു സ്ത്രീനെ തട്ടിക്കൊണ്ടുപോയി അവളുടെ കഴുത്തിൽ ഈ സിമ്മിലുള്ള ആ സീലടിച്ച് അവളെ കൊന്ന് ചങ്ങല കൊണ്ട് ബന്ധിച്ച് നദിയിൽ കെട്ടിത്താത്തിയ നദിയിലെ മത്സ്യസമ്പത്ത് കുറയും, ഗ്രാമം ഒന്നാകെ നശിച്ചു പോവും, എല്ലായിടത്തും പട്ടിണിയും പരിവട്ടവും ആവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഇപ്പൊ നീ ഈ കേസിനെ പറ്റി പറഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. തീർച്ചയായിട്ടും അന്നത്തെ കേസുമായിട്ട് ഇന്നത്തെ കേസിന് ബന്ധമുണ്ട്. ഇതെല്ലാം കേട്ട നായകൻ, ശരി അച്ഛൻ എന്നാ കേസ് അന്വേഷിച്ചതല്ലായിരുന്നോ, എന്നിട്ട് പ്രതിയെന്ന് സംശയിക്കുന്ന ആരെങ്കിലും അച്ഛൻ കണ്ടെത്തിയായിരുന്നു എന്ന് നായകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് മറുപടി കൊടുക്കുവാണ്. ഞാൻ ആ കേസിന് പുറകെ കുറെ പോയതാണ്. ലിയാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിനെയായിരുന്നു എനിക്ക് ഡൗട്ട്. എന്നാൽ അയാളെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നടന്നിരിക്കുന്ന ഈ സാഹചര്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ ലിയാൻ തന്നെയായിരിക്കും ഇതിന് പുറകിലുള്ളത്. ഇതെല്ലാം കേട്ട നായകൻ, ശരിയെന്ന് അച്ഛൻ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കേസ് ഫയൽ എനിക്കൊന്ന് കിട്ടുമെന്ന് ചോദിക്കുന്നു. അപ്പൊ അച്ഛൻ പറയാണ്, അതിപ്പോ എന്റെ കയ്യിലില്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലെ ഡോക്യുമെന്റ്സ് ലോക്കർ റൂമിലാണ് അതുള്ളത്. ഇത് കേട്ട നായകൻ അത് എങ്ങനെയെങ്കിലും കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ സീനിയുടെ കട്ടെ അടുത്ത സീനില് മായൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കാണിക്കുന്നു. ഇയാൾ ലിയാൻ എന്ന് പറയുന്ന ആ വ്യക്തിന്റെ ശിഷ്യനാണ്. അല്ലെങ്കിൽ ലിയാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു അടിമ എന്ന് വേണമെങ്കിലും പറയാം. ഇപ്പൊ മായനെ വിളിച്ച് ലിയാൻ ഒരു ന്യൂസ് പേപ്പർ കാട്ടിക്കൊടുക്കുവാണ്. നായകനെ നദിക്കടിയിൽ നിന്ന് ആ ഡെഡ് ബോഡി കണ്ടെത്തിയ ന്യൂസ് ആയിരുന്നു അതിൽ. എന്റെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് ഇവനായിട്ട് നശിപ്പിക്കുന്ന തോന്നുന്നത്. അതുകൊണ്ട് മായൻ, നീ എത്രയും വേഗം അവനെ കണ്ടെത്തി അവന്റെ കഥ തീർക്കണം. അതായത് നായകന്റെ കഥ തീർക്കണം എന്നാണ് പറയുന്നത്. ഇത് കേട്ട നായകൻ ഓക്കെ ബോസ് എന്നും പറഞ്ഞ് നേരെ അതിനു വേണ്ടി അവിടെ നിന്ന് ഇറങ്ങുവാണ്. അടുത്ത സീനിൽ നമ്മുടെ നായകൻ അവന്റെ അച്ഛൻ പറഞ്ഞ പോലെ ആ കേസ് ഫയൽ കളക്ട് ചെയ്യാൻ വേണ്ടി ആ ഡോക്യുമെന്റ്സ് ലോക്കർ റൂമിലേക്ക് എത്തുവാണ്. ഈ സമയം അതിന്റെ
ഇൻചാർജ് ഉണ്ടായിരുന്നത് ദാ ഈ പെണ്ണിനായിരുന്നു. ഇവളാണ് നമ്മുടെ മൂവിയിലെ നായിക. വ്യക്തമായിട്ടുള്ള പെർമിഷൻ ഓർഡർ ഇല്ലാതെ എനിക്ക് തരാൻ കഴിയില്ല എന്ന് ഈ സമയത്ത് അതിന്റെ ഇൻചാർജ് ഉള്ള നായിക അവനോട് പറയുവാണ്. അതുകൊണ്ട് തന്നെ നായകനെ കൊളീഗ്സിനെയും കൂട്ടിക്കൊണ്ട് ഈ സമയം അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് നൈറ്റ് അവരെല്ലാരും കൂടെ കൂടി മറ്റൊരു പ്ലാൻ ഇടുവാണ്. ആരും അറിയാതെ ആ ലോക്കർ റൂമിൽ കയറി ആ കേസ് ഫയൽ അങ്ങ് മോഷ്ടിക്കാന്ന്. അങ്ങനെ രാത്രി അവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾ പോലീസുകാരല്ലേ, എന്നിട്ട് ഇങ്ങനെ മോഷണം ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ആരോ ചോദിക്കുവാണ്. നായകൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് നായികയായിരുന്നു. ഇതേ സമയം തന്നെ നായകന്റെ പുറകില് നായകൻ ഒരു രൂപം കാണുവാണ്. അങ്ങനെ ഇപ്പൊ ടോർച്ചർ നോക്കുന്ന സമയത്ത് അതൊരു പ്രേതമായിരുന്നു. ഇത് കണ്ടപ്പോൾ നായകൻ പെട്ടെന്ന് വിചാരിക്കുന്നത് അത് അവന്റെ ഇമാജിനേഷൻ ആയിരിക്കും എന്നാണ്. എന്നാൽ അവന്റെ കൂടെയുള്ള കൊളീഗ്സും ഈ കാഴ്ച കണ്ട് ഞെട്ടുവാണ്. അപ്പോഴാണ് അത് റിയൽ ആണെന്ന് ഇവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആകെ ഭയക്കുന്നവര് അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. ഈ സമയം ആ പ്രേതം ഇവരെ ആക്രമിക്കാൻ വേണ്ടി ഇവരുടെ പുറകെ ഓടി വരുവാണ് ഒരു കത്തിയും കൊണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ നായകൻ കണ്ടുപിടിക്കുന്നു ഇവരെ ആക്രമിക്കാൻ വരുന്ന ഒരു പ്രേതമല്ലാന്ന്. അയാൾ എന്തോ ശക്തി ഉപയോഗിച്ച് പ്രേതത്തിന്റെ രൂപത്തിലായി ഇവരെ ആക്രമിക്കാൻ വരുന്നതാണ്. സത്യത്തിൽ അത് പന്നി മാസ്ക് ധരിച്ചൊരു മനുഷ്യനായിരുന്നു. ഇതാരാണെന്നറിയാവോ? തൊട്ടുമുമ്പത്തെ സീനില് ലിയാൻ നായകനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ച മായൻ എന്ന് പറയുന്ന വ്യക്തിയാണിത്. അങ്ങനെ ഇതൊരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയതും നായകനെ കൊളീഗ്സും അയാളെ പിടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അയാളാണെങ്കിൽ ആ ലോക്കർ റൂമിന് തീയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുവാണ്. ഈ സമയം നമ്മുടെ നായകനും കൊളീഗ്സും നായികയെല്ലാം എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട നായകനോട് ഇപ്പൊ വന്നത് ആരാണെന്ന് നായകൻ ചോദിക്കുവാണ്. അപ്പൊ നായിക ലിയാനെ പറ്റിയും അവനെ നാടിനോട് ചെയ്ത കാര്യങ്ങളെ പറ്റിയും പറയാൻ തുടങ്ങുന്നു. ലിയാൻ അവൻ വലിയൊരു മന്ത്രവാദിയാണ്. പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടുപോയി കൊന്ന് അവരിൽ എന്തൊക്കെയോ മന്ത്രവാദങ്ങൾ ചെയ്ത് അവരെ ഉപയോഗിച്ച് നാട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് അയാളുടെ ലക്ഷ്യം. ഇത് കേട്ട നായകൻ ഇപ്പൊ നടക്കുന്ന ഒരു കേസിൽ അയാളെ ഞാൻ സംശയിക്കുന്നുണ്ട്. സോ അതിന് വേണ്ട എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ കേസ് ഫയൽ ചോദിച്ച് ഞാൻ അവിടേക്ക് വന്നത്. എന്നാൽ ഇപ്പൊ ലോക്കർ റൂമിലേക്ക് നമ്മളെ കൊല്ലാൻ വേണ്ടി എത്തിയ ലിയാന്റെ ആള് റൂമിന് മുഴുവൻ തീയിട്ടില്ലേ, അതിൽ ആ ഫയൽസ് എല്ലാം കത്തി പോയിട്ടുണ്ടാവും. ഇനി അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നായകൻ സങ്കടപ്പെടുന്ന സമയം നായിക പറയാണ് ആ കേസ് ഫയൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, അതിലുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയാം, ഞാനത് പറഞ്ഞുതരാം. അങ്ങനെ നായിക അറിയുന്ന കാര്യങ്ങളെല്ലാം നായകന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ കിട്ടിയോണ്ട് നായകൻ അവരോട് നന്ദി പറയുവാണ്. അടുത്ത സീനിൽ ലിയാന്റെ അടുത്തേക്ക് മായൻ എന്ന് പറയുന്ന വ്യക്തി തിരിച്ചെത്തുവാണ്. ബോസ് ഇപ്രാവശ്യം വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല, എന്നോട് ക്ഷമിക്കണം, ഒരു ചാൻസും കൂടി എനിക്ക് തരണം, എല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തോളാന്ന് മായൻ ഇപ്പൊ അയാളോട് പറയുവാണ്. ഇത് കേട്ട ലിയാനാണെങ്കിൽ ഈ സമയം മായന് ഒരു മരുന്ന് കൊടുക്കുന്നു. ഈ മരുന്നിന് വേണ്ടിയാണ് ലിയാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു അടിമേനെ പോലെ മായൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തിനുള്ള മരുന്നാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഭാര്യയും കുഞ്ഞും മരിച്ചു പോയിരുന്നു. അവരുടെ ബോഡി ദാ ഫ്രീസറിൽ ഇവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മന്ത്രവാദിയായ ലിയാൻ കൊടുക്കുന്ന ഈ മരുന്ന് കഴിച്ച മായൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയും മരിച്ചു അയാളുടെ ഭാര്യയും കുട്ടിയും തിരിച്ചു വരുന്നതായിട്ട്. അങ്ങനെ ഇപ്പൊ പോലും അയാൾ ആ മരുന്ന് കഴിച്ച് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇമാജിൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകനും കൊളീഗ്സും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം വഴിയിൽ വെച്ച് അവരൊരു ചെറിയ പെൺകുട്ടിയെ കാണുന്നു. ആ കുട്ടി ഇവരെ കണ്ടതും ഇവരെ നോക്കി ഹായ് കാണിക്കുകയാണ്. ഈ കുട്ടി അവിടെ ഹോട്ടൽ നടത്തുന്ന അവിടെയുള്ള മുത്തച്ഛന്റെ കൊച്ചുമകളായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ കുട്ടി ഹായ് കാണിക്കുന്നുണ്ട്. നമ്മുടെ നായകനും ടീംസും അവിടേക്ക് എത്തുന്നു. എന്നിട്ട് ആ കുട്ടീനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുവാണ്. അപ്പോഴേക്കും ആ കുട്ടിയുടെ മുത്തച്ഛൻ വന്ന് നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പൊ നായകൻ ഇങ്ങനെ അവര് പോലീസുകാരാണെന്നും ഇന്ന പോലൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടേക്ക് വന്നതാണെന്നൊക്കെ പറയുന്നു. ഈ കാര്യങ്ങൾ കേട്ടതും ആ മുത്തച്ഛൻ ഒന്ന് പേടിക്കുവാണ്. നിങ്ങളുടെ നല്ലതിന് വേണ്ടി ഞാൻ പറയുക, ഈ കേസിന് പുറകെ പോകണ്ട, അത് നിങ്ങൾക്ക് ആപത്തായിരിക്കും. ഇത് കേട്ട നായകൻ അയാളോട് പറയുകയാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാതെ വേറെ നിവൃത്തിയില്ല, ഈ കേസിന് പുറകെ കളിക്കുന്നവനെ എത്രയും വേഗം ഞങ്ങൾക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ ആ മുത്തച്ഛന്റെ വാക്ക് കേൾക്കാതെ നായകനും ടീംസും ലിയാൻ ഉണ്ടെന്ന് സംശയിക്കുന്ന ആ കേസ് ഫയലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് എത്തുവാണ്. നായിക ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം ഇവന് പറഞ്ഞു കൊടുത്തായിരുന്നല്ലോ. അങ്ങനെയാണ് ഇവർ ഈ സ്ഥലം കണ്ടെത്തി ഇവിടേക്ക് എത്തിയത്. ഈ സ്ഥലത്ത് ഇപ്പൊ വലിയൊരു മാജിക് ഷോ നടക്കുവാണ്. ആ നടത്തുന്നത് ലിയാൻ എന്ന് പറയുന്ന വില്ലനാണ്. അങ്ങനെ ഇപ്പൊ ഇവിടേക്ക് എത്തി അവർ ആ കാഴ്ചയെല്ലാം കാണുന്നു. വന്ന ഇവരെയാണെങ്കിൽ ലിയാൻ തന്നെ വന്ന് അവിടേക്ക് വെൽക്കം ചെയ്യുകയാണ്. എന്നാൽ ഇങ്ങോട്ടെത്തി ഇവരെ വന്ന് വെൽക്കം ചെയ്ത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ലിയാനാണെന്നുള്ള കാര്യം നമ്മുടെ നായകനും ടീംസിനും അറിയത്തില്ല. അങ്ങനെ അവിടെ ആ മാജിക് ഷോ എല്ലാം നടക്കുന്ന സമയത്തും നമ്മുടെ നായകനും ടീംസും ലിയാനെ കണ്ടെത്താനുള്ള ഒരേ ശ്രമത്തിലാണ്. എന്നാൽ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് വന്നവർക്ക് ലിയാനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അന്ന് രാത്രി അവരങ്ങനെ ഇരിക്കുന്ന സമയം ആ സ്ഥലത്ത് ഒരു ചെറിയ കുട്ടീനെ കാണുമ്പോൾ നായകൻ ആ കുട്ടീന്റെ അടുത്തേക്ക് എന്ന് ലിയാനെ പറ്റി ചോദിക്കുന്നു. അപ്പൊ ലിയാനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ആ കുട്ടി പറയാൻ തുടങ്ങുവാണ്. ചെറുപ്പത്തിൽ തന്നെ ലിയാന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയിരുന്നു. അതിനുശേഷം അനാഥനായിട്ടായിരുന്നു അവൻ വളർന്നത്. ആ സമയത്ത് ഈ ഗ്രാമത്തിൽ തന്നെയുള്ള 2 പിള്ളേരെ അവന് ഫ്രണ്ട്സ് ആയിട്ട് കിട്ടി. എന്നൊരു ഘട്ടത്തിൽ ലിയാൻ അവരെ 2 പേരെയും കല്ല് വെച്ച് തലക്കടിച്ചു കൊന്നു. ആ കാഴ്ചയിൽ ആ സമയത്ത് നാട്ടിലുള്ള ഒരു മന്ത്രവാദി കണ്ടു. നാടിന് നാശം വരുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു മന്ത്രവാദിയായിരുന്നു അയാൾ. അങ്ങനെ എന്തുകൊണ്ടും അയാളെ ശിഷ്യനാക്കാൻ പറ്റിയ ഒരാളാണ് ലിയാൻ എന്ന് മനസ്സിലാക്കി ആ കാഴ്ചയെല്ലാം കണ്ട ആ മന്ത്രവാദി അവനെ ശിഷ്യനാക്കിയെടുത്തു. അവരും കുറെ മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് അവനൊരു മന്ത്രവാദിയാക്കി തീർത്തു. ശേഷം ഗുരുവിന്റെ ലക്ഷ്യം, അതായത് ആ ഗ്രാമത്തിനെ തന്നെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം അവൻ ഏറ്റെടുത്തു. അതിന്റെ ഭാഗമായിട്ട് ഗുരു അവന് കൊടുത്ത ആ ബുക്കിലുണ്ടായിരുന്ന ഒരു കാര്യം അവൻ ചെയ്യാൻ തീരുമാനിച്ചു. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ തട്ടിയെടുത്ത് അവളെ കൊന്ന് ചങ്ങലയാൽ ബന്ധിച്ച് അവൻ വെള്ളത്തിൽ താത്തി. ആ പെണ്ണിന്റെ ഡെഡ് ബോഡി ആയിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ നമ്മുടെ നായകൻ ആ നദിക്കടിയിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം കേട്ടത് നായകൻ പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. ആക്ച്വലി ഈ കാര്യങ്ങളെല്ലാം നായകന്റെ ഇമാജിനേഷനിൽ വന്ന കാര്യങ്ങളാണ്. പക്ഷെ അതെല്ലാം റിയൽ ആയിട്ട് നടന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. അവിടെയുള്ള എന്തോ ഒരു അമനുഷ്യ ശക്തി മയങ്ങിക്കിടന്ന നായകൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ നായകന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവന്റെ കൊളീഗ്സിനോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അന്ന് നായകന്റെ അച്ഛൻ പറഞ്ഞ ആ അമാനുഷികമായിട്ടുള്ള കുരങ്ങില്ലേ, അതിപ്പോ അവിടേക്ക് എത്തി ഇവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അറ്റ് ദ സെയിം ടൈം പന്നി മാസ്ക് ധരിച്ച മായൻ എന്ന് പറയുന്ന വ്യക്തി അവിടേക്ക് എത്തുവാണ്. അങ്ങനെ അയാളും ഇവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ സമയം വലിയൊരു ഫൈറ്റ് നടക്കുവാണ്. ആ ഫൈറ്റിനൊടുവിൽ നമ്മുടെ നായകൻ പന്നി മാസ്ക് ധരിച്ച ആ മായനും ആ കുരങ്ങിന് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുവാണ്. എന്നിട്ട് നായകൻ കൊളീഗ്സിനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ ഇലക്ട്രിക് ഷോക്കിലെ ഏറ്റ മായനാണെങ്കിൽ അടുത്ത സീനില് ലിയാൻ
ലിയാന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. മരിച്ചുപോയ അവന്റെ ഭാര്യനെയും കുട്ടീനെ അവിടെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ അവരുടെ അടുത്തേക്ക് എത്തി. അവൻ അവരെ വിളിച്ച് കരയുവാണ്. ഇപ്പൊ പറ്റിയ ഇലക്ട്രിക് ഷോക്കില് അവന് നല്ല പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ആ ഒരു കാരണത്താൽ ഇപ്പൊ ഇവിടെ വെച്ച് അവൻ മരിക്കുകയാണ്. അടുത്ത സീനിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന നായകനെ ടീംസിനെയും കാണിക്കുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അന്ന് അവർ ഈ സ്ഥലം അന്വേഷിച്ച് വന്ന സമയത്ത് ആ ഹോട്ടലിൽ നടത്തിക്കൊണ്ടിരുന്ന മുത്തശ്ശൻ ഇവരോട് പറഞ്ഞായിരുന്നല്ലോ, ഇവിടേക്ക് എത്തിപ്പെട്ട പുറത്തു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് നിങ്ങളുടെ ജീവനാപത്താണെന്നൊക്കെ. ഇപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ബന്ധിക്കപ്പെട്ട നിലയിൽ നമ്മുടെ നായകൻ കാണുവാണ്. അവളെ ലിയാന്റെ ആ കുരങ്ങ് തട്ടിക്കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇത് മനസ്സിലാക്കി നമ്മുടെ നായകൻ അവളെ സേവ് ചെയ്യുന്നു. അതിനുശേഷം അവരെല്ലാരും കൂടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതേ സമയം ആ സ്ഥലത്ത് നല്ല ഇടിവെട്ടി മഴ പെയ്യാനും വെള്ളം കയറാനൊക്കെ തുടങ്ങുന്നു. ആ സ്ഥലത്താണെങ്കിൽ കുറെ അധികം ജനങ്ങളുമുണ്ട്. വെള്ളം ഇങ്ങനെ ഇരച്ചു കയറിയ അവിടെയുള്ള ആൾക്കാരെല്ലാം അതിൽ മുങ്ങി മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ നായകനും ടീംസും രക്ഷപ്പെടുന്നതിന് മുമ്പ് ഇവിടെയുള്ള ജനങ്ങളെയും കൂടി രക്ഷപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്തും ആ മാജിക് ഷോ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആ മജീഷ്യൻ മാത്രം ഒട്ടും പേടിക്കുന്നില്ല. ബാക്കിയുള്ള ജനങ്ങളെല്ലാം പേടിച്ചു നിൽക്കുമ്പോഴും ഇയാളിങ്ങനെ പേടിക്കാതെ നിൽക്കുമ്പോൾ ഇത് നോട്ട് ചെയ്യുന്ന നായകൻ മനസ്സിലാക്കുവാണ്. അപ്പൊ ഇതാണ് ലിയാൻ എന്ന്. അങ്ങനെ നായകനും ടീംസ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് അറിയുമ്പോൾ ലിയാൻ അവരുടെ കണ്ണി പൊടിയിട്ട് അവിടെ നിന്ന് വെള്ളത്തിലേക്ക് അടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ നായകനും ടീംസും അതിന് സമ്മതിക്കാത്ത രീതിയിൽ അവൻ ചാടി പുറകെ വെള്ളത്തിലേക്ക് ആടുന്നു. എന്നിട്ട് അവനെ ഫോളോ ചെയ്യുവാണ്. അങ്ങനെ അവനെ ഫോളോ ചെയ്ത് അവരെത്തിപ്പെടുന്നത് ഒരു വിജനമായ സ്ഥലത്തേക്കായിരുന്നു. ഒരു വലിയ ശിലയെല്ലാം ഉള്ള ഒരു സ്ഥലത്തേക്ക്. അവിടത്തെ ലിയാനാണെങ്കിൽ അവനെ പിടിക്കാൻ വേണ്ടി പുറകെ എത്തി ഇവരെ നോക്കി ഒച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങുന്നു. ഈ സമയം അവന്റെ വായിൽ നിന്ന് ബ്ലഡ് എല്ലാം വന്ന് അവന്റെ രൂപം അങ്ങ് മാറുവാണ്. അങ്ങനെ അമാനുഷിക രൂപമായി മാറി അവൻ ഇവരെ ആക്രമിക്കാനും വരുന്നു. ഈ സമയം അവന്റെ കയ്യിൽ നിന്ന് നമ്മുടെ നായകനും ടീംസും എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുവാണ്. എന്നാൽ എത്രയൊക്കെ ചെയ്തിട്ടും അവനെ അടക്കം കഴിയുന്നില്ല. ഒരു ഘട്ടത്തിൽ നമ്മുടെ നായകനും ടീംസും അവന്റെ ശരീരത്തിലേക്ക് വലിയൊരു കല്ല് വീഴുന്ന രീതിയിലുള്ള ഒരു ട്രാപ്പ് സെറ്റ് ചെയ്ത് അവനെ അതിൽ പെടുത്തുന്നു. ഇനിയുള്ള ഒരേ ഒരു കാര്യം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാന്നുള്ളതാണ്. എന്നാൽ നായകനും ടീംസിനും എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് അറിയത്തില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരങ്ങനെ പരതുന്ന സമയം അവരൊരു വോയിസ് കേൾക്കുന്നു. അത് ഇവിടേക്ക് വരുന്നതില് ഇവരെ അന്ന് തടഞ്ഞ ആ ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്ന മുത്തശ്ശിന്റേതായിരുന്നു. അയാളിപ്പോ അയാളുടെ കൊച്ചുമകളെയും കൊണ്ട് ഇപ്പൊ അവരുടെ അടുത്തേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ഇവിടേക്ക് എത്തിയ അയാൾ അവരോട്, ഇവിടേക്ക് വരണ്ട, ഇവിടേക്ക് എത്തിയാൽ നിങ്ങൾക്ക് അത് ആപത്തായി മാറുന്നു ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? ശരി, ഇനി ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം എനിക്ക് നിങ്ങളോട് അത്രയധികം കടപ്പാടുണ്ട്. എന്നാ ഒരേ ഒരു കാര്യം, നിങ്ങളിവിടെ നിന്ന് വെളിയിൽ പോയാ നിങ്ങളിവിടെ വന്ന കാര്യവും ഞങ്ങളെ ഇവിടെ വെച്ച് കണ്ട കാര്യവും ആരോടും പറയരുത്. ഇത് കേട്ട നായകൻ അതിന് ഓക്കെ പറയുന്നു. അല്ല, നിങ്ങൾക്ക് എന്നോട് എന്തോ കടപ്പാടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് നായകൻ ചോദിക്കുമ്പോൾ, അതൊക്കെ നിനക്ക് പിന്നീട് മനസ്സിലായിക്കോളും. നിങ്ങളെല്ലാവരും കണ്ണുകൾ അടച്ച് നേരെ മുന്നോട്ട് നടക്കാൻ പറയുന്നു. അപ്പൊ അവരങ്ങനെ നടക്കുവാണ്. തിരിഞ്ഞു നോക്കലെന്ന് ആ മുത്തശ്ശൻ പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയം നായകന്റെ കൂടെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തിരിഞ്ഞു നോക്കലെന്ന് ആ മുത്തശ്ശൻ പ്രത്യേകം പറഞ്ഞുകൊണ്ട് പുറകിൽ എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് കണ്ണുകൾ തുറന്ന് അവൻ തിരിഞ്ഞു നോക്കുവാണ്. അപ്പൊ അയാൾ കാണുന്ന കാഴ്ച ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയൊരു രാക്ഷസ പാമ്പ്. ആ പാമ്പിന്റെ തലയിലായിട്ട് ഒരു കുഞ്ഞി പാമ്പ്. ഇത് കണ്ട് അയാൾ നായകനെയും കൂടെയുള്ള വ്യക്തിനെയും ഇത് കാട്ടിക്കൊടുക്കുന്നു. അങ്ങനെ ഇത് കണ്ട് അവർ ഭയക്കുന്ന സമയം ആ പാമ്പ് ഇവർക്ക് നേരെ ഇങ്ങനെ ഊതുവാണ്. ആ കാലിൽ അവര് തെറിച്ച് ദൂരെ വെള്ളത്തിലേക്ക് പോയി വീഴുന്നു. അങ്ങനെ വെള്ളത്തിനടിയിൽ നിന്ന് നീന്തി ഒരു മുകളിലേക്ക് വരുന്ന സമയം ആ വെള്ളത്തിന് മുകളിലായിട്ട് ഒരു ബോട്ടിലെ നായിക വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് വേണ്ടി. അങ്ങനെ ഇപ്പൊ അതിൽ കയറി നായകൻ ടീംസ് രക്ഷപ്പെടുന്നു. ഈ സമയം നായകൻ കൂടെയുള്ള ടീംസിനോട് ആ മുത്തശ്ശൻ പറഞ്ഞ കാര്യത്തിനെ പറ്റി ചോദിക്കുവാണ്. എന്നാൽ എന്ത് കടപ്പാടായിരിക്കും അദ്ദേഹത്തിന് നമ്മളോടുള്ളത്? ഈ സമയത്താണ് അത് കാണിക്കുന്നത്. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് മീൻ പിടിക്കാൻ വന്ന രണ്ടാൾക്കാര് ഒരു കുഞ്ഞിപ്പാമ്പിനെ എടുത്ത് അതിന്റെ മുകളിൽ കല്ല് കയറ്റി വെക്കുന്നുണ്ടായിരുന്നല്ലോ. അത് കണ്ട നായകൻ ആ സമയം ആ കല്ലെടുത്ത് മാറ്റി ആ കുഞ്ഞിപ്പാമ്പിനെ വെള്ളത്തിലേക്ക് രക്ഷപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിപ്പാമ്പായിരുന്നു നമ്മുടെ നായകൻ അന്ന് കണ്ട ആ കുഞ്ഞിക്കുട്ടി. അതിന്റെ മുത്തശ്ശനായിരുന്നു ആ സർപ്പരാജാവ്. സോ അന്ന് കൊച്ചുമകൾക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് നായകൻ ചെയ്തുകൊണ്ടാണ് അതിന് നന്ദി എന്നുള്ള രീതിയിൽ ഇപ്പൊ നായകനും ടീംസിനെയും അവർ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു എൻഡിങ്ങോടെ ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നു. അപ്പൊ കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? ഇതൊരു ഫാന്റസി മൂവി ആയതുകൊണ്ട് തന്നെ ലോജിക്കലായിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഈ മൂവിയിൽ കാണാൻ കഴിയും. അതൊക്കെ പറ്റുന്ന രീതിയിൽ ക്ഷമിച്ച് നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.